ഹലോ, ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വളരെ കുറഞ്ഞ സമയം കൊണ്ട് ചെയ്യാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ബിസ്ക്കറ്റിൻ്റെ റെസിപ്പി ആയിട്ടാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ ആദ്യമായിട്ട് ചാനൽ വന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. അപ്പോൾ ആദ്യം തന്നെ നമുക്കൊരു ബൗൾ എടുത്തിട്ട് അതിനകത്തോട്ട് 1 കപ്പ് ഗോതമ്പ് പൊടി ചേർത്ത് കൊടുക്കാം. നമ്മളിത് ഗോതമ്പ് പൊടിയിലാണ് ചെയ്യുന്നത്. പിന്നെ അതേപോലെ തന്നെ 1/4 കപ്പ് റവ എടുത്തിട്ടുണ്ട്. വറക്കാത്ത റവയാണ്. അതിൻ്റെ കൂടെ തന്നെ കുറച്ചധികം അണ്ടിപ്പരിപ്പ് ചെറുതായിട്ട് കട്ട് ചെയ്ത് ചേർത്ത് ഏകദേശം 2 ടേബിൾ സ്പൂൺ ഉണ്ട്. അപ്പോൾ നല്ല ടേസ്റ്റാണ്. അതിൻ്റെ കൂടെ തന്നെ 1 ടേബിൾ സ്പൂൺ വെളുത്ത എള്ള് ചേർത്തിട്ടുണ്ട്. പിന്നെ ഒരു 2 ടേബിൾ സ്പൂൺ ഡെസിക്കേറ്റഡ് കോക്കനട്ട് ചേർത്തിട്ടുണ്ട്. അത് കയ്യിലില്ലെങ്കിൽ സ്കിപ്പ് ചെയ്തോളൂ, കുഴപ്പമില്ല. ബാക്കിയുള്ളതൊക്കെ ചേർക്കാൻ നോക്കുക. അപ്പോൾ നന്നായിട്ട് നമ്മൾ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 1/4 കപ്പ് സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുക്കാം. പകരം നിങ്ങൾക്ക് നെയ്യിൻ്റെ ഫ്ലേവർ വേണമെങ്കിൽ നെയ്യ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. വെളിച്ചെണ്ണ എടുക്കരുത് കേട്ടോ, അപ്പോൾ ടേസ്റ്റ് ഉണ്ടാവില്ല കഴിക്കാൻ. നല്ലപോലെ നമ്മളിത് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മാറ്റി വെച്ചിട്ട് ഒരു മിക്സ് ഉണ്ടാക്കണം. അപ്പോൾ ഞാനിവിടെ ഒരു 1/2 കപ്പ് പഞ്ചസാര എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1/4 കപ്പ് പാല് ചേർത്ത് കൊടുക്കാം. പശുവും പാലാണ്, സാധാരണ പാല്. ഇനി നമുക്ക് നന്നായിട്ട് ഈ പഞ്ചസാര അലിയുന്നത് വരെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഇത് ഏകദേശം പഞ്ചസാരയൊക്കെ നന്നായിട്ട് അലിഞ്ഞിട്ടുണ്ട്. കുറച്ച് മാത്രം ഇങ്ങനെ അടിയിൽ ഇങ്ങനെ കിടപ്പുണ്ടാവും, അത് കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇനി നമുക്ക് ഇത് നമ്മൾ ഉണ്ടാക്കി വെച്ചില്ല കൂട്ടിനകത്തോട്ട് ഒഴിക്കണം. അപ്പോൾ മുഴുവൻ ഒരുമിച്ച് ഒഴിക്കേണ്ട. അപ്പോൾ നമുക്ക് മിക്സ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അതിന് മുമ്പായിട്ട് ഞാൻ 1/2 ടീസ്പൂൺ ഏലക്കപ്പൊടി ചേർത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതോടെ ഇട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അത് നേരത്തെ ഞാൻ ചേർക്കേണ്ടായിരുന്നു, അപ്പോൾ ഞാൻ വിട്ടുപോയതുകൊണ്ട് ഇപ്പോൾ ചേർത്തന്നേ ഉള്ളൂ. അപ്പോൾ ഇനി നമുക്ക് പഞ്ചസാരയുടെ മിക്സ് ചേർത്ത് കൊടുക്കാം. ഞാൻ ആദ്യം പകുതി ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് കൈ വെച്ചിട്ട് എല്ലാവരുടെയും ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ആയതിന് ശേഷം മാത്രം നമ്മൾ ബാക്കിയും കൂടെ ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ ചേർക്കുമ്പോൾ കുറച്ച് ലൂസായിട്ടുണ്ടാവും, എന്നാലും കുഴപ്പമൊന്നുമില്ല. നമ്മൾ പിന്നെ 1-2 സ്പൂണും കൂടെ ഗോതമ്പ് പൊടി ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ ഫുള്ളായിട്ട് നമ്മൾ പഞ്ചസാരൻ്റെ മിക്സ് ചേർത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇനി നിങ്ങളിത് മിക്സ് ചെയ്തതിന് ശേഷം കുറച്ചുകൂടി പൊടി വേണം തോന്നുകയാണെങ്കിൽ ചേർത്ത് കൊടുക്കുക കേട്ടോ. ഞാൻ ഇവിടെ 2 ടേബിൾ സ്പൂണും കൂടെ ഗോതമ്പ് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഏകദേശം എനിക്ക് കുഴച്ചെടുക്കാൻ ചപ്പാത്തി മാവ് പോലെ കുഴച്ചെടുക്കാൻ പറ്റുന്നുണ്ട്. നമ്മൾ കുഴക്കുമ്പോൾ ചപ്പാത്തി മാവ് പോലെ അത്രയും ഡ്രൈ ആയിട്ട് കുഴക്കേണ്ട ആവശ്യമില്ല. ചെറുതായിട്ട് കയ്യിലൊന്ന് ഒട്ടിപ്പിടിച്ചാലും കുഴപ്പമില്ല. ഈ ഒരു പരുവം കേട്ടോ, കണ്ടോ? ഈ ഒരു പരുവത്തിലൊന്ന് കുഴച്ചെടുക്കുക. അപ്പോൾ ഇനി നമുക്ക് ഇതിനെ കുറച്ചൊന്ന് 1-2 ഉരുളകളാക്കിയിട്ട് എടുക്കാം. അതിന് ശേഷം ഒന്ന് പരത്തിയെടുക്കാനുണ്ട്. അപ്പോൾ നമ്മൾ പരത്തുന്ന സമയത്ത് പൊടിയിട്ട് പരത്തിയെടുക്കരുത്. കുറച്ച് സൺഫ്ലവർ ഓയിൽ തന്നെ നമുക്കിതിൽ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഇതിനൊന്ന് പരത്തിയെടുക്കുക. ഒരുപാട് തിന്നാക്കി എടുക്കേണ്ട, കാരണം ഒത്തിരി തിന്നാവുന്ന സമയത്ത് ഇതിൻ്റെ ബിസ്ക്കറ്റ് ഭയങ്കര കട്ടിയായി പോവും. അപ്പോൾ കുറച്ചൊന്ന് കുക്കീസ് പോലെ കിട്ടണമെങ്കിൽ കുറച്ചൊന്ന് കട്ടിയിൽ നമ്മൾ ഒന്ന് കട്ട് ചെയ്തെടുത്താൽ മതി. അപ്പോൾ നമുക്കിതൊന്ന് പരത്തിയെടുക്കാം. അപ്പോൾ അതിനനുസരിച്ച് വേണം നമ്മൾ പരത്തിയെടുക്കാനായിട്ട് കേട്ടോ. അപ്പോൾ ഫുള്ളായിട്ട് നമ്മളൊന്ന് പരത്തിയെടുത്തതിന് ശേഷം റൗണ്ടായിട്ട് ഞാനിതൊന്ന് കട്ട് ചെയ്ത് കൊടുക്കണം. അപ്പോൾ വലുപ്പമൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് സെലക്ട് ചെയ്താൽ മതി. അപ്പോൾ ഇതേപോലെ നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. നമ്മൾ എണ്ണയാക്കിയത് കൊണ്ട് തന്നെ ഈസി ആയിട്ട് നമുക്ക് എടുക്കാനും പറ്റും കേട്ടോ ഇതിൽ നിന്ന്. അപ്പോൾ ഫുള്ളായിട്ട് നമ്മളിത് കട്ട് ചെയ്തൊന്ന് എടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ എക്സ്ട്രാ വരുന്നതൊക്കെ നമുക്ക് മാറ്റി വെക്കാം. അത് വെച്ച് നമുക്ക് വീണ്ടും കുഴച്ചെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഫുള്ളായിട്ട് നമ്മളിത് മാറ്റി വെക്കുന്നുണ്ട്. ഇനി നമ്മൾ ഇതിന് ചെറിയൊരു ഡിസൈൻ കൊടുക്കുന്നുണ്ട്. നിർബന്ധമൊന്നുമില്ല, ജസ്റ്റ് ഞാൻ ഇതുപോലെ ഒന്ന് ഡിസൈൻ കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഫോർക്ക് വെച്ചിട്ട് വേണമെങ്കിലും കൊടുക്കാം. ഒരുപാട് പ്രസ് ചെയ്യരുത്. അപ്പോൾ എല്ലാത്തിനും നമുക്ക് ഇതേപോലെ തന്നെ ഡിസൈൻ കൊടുക്കാം. ഇത് കഴിക്കാൻ ഏകദേശം ഒരു 20 ബിസ്ക്കറ്റൊക്കെ പോലെയാണ് കേട്ടോ ഉണ്ടാവുക. കാരണം നമ്മൾ ഇതിൽ അണ്ടിപ്പരിപ്പൊക്കെ ചേർത്തുകൊണ്ട് തന്നെ. അപ്പോൾ നമ്മൾ എടുക്കുന്ന സമയത്ത് കുറച്ചുകൂടി എളുപ്പത്തിന് കത്തി വെച്ചിട്ടൊന്ന് ഇളക്കി കൊടുത്താൽ മതി അടിയിൽ. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ ഫ്രൈ ചെയ്യുന്ന സമയത്ത് തീ ഒരുപാട് കൂട്ടി വെക്കരുത്, കാരണം ഉള്ളു വേവാനുള്ളതാണ്. അപ്പോൾ നമ്മളൊരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇത് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ അത്യാവശ്യം നല്ല ഗോൾഡൻ കളർ ആവുന്നത് വരെ നമ്മളിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക. അപ്പോൾ ആദ്യം ഇട്ടതൊന്ന് ചെറുതായിട്ടൊന്ന് മുരിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ അതിന് തിരിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഓരോന്നായിട്ട് നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ 2 സൈഡും ഒന്ന് റെഡിയായിട്ട് കിട്ടണം കേട്ടോ. അപ്പോൾ നമുക്ക് എടുത്ത് മാറ്റിയാൽ മതി. ഇപ്പോൾ ഇത് എല്ലാ ബിസ്ക്കറ്റും 2 സൈഡും റെഡി ആയിട്ടുണ്ട്. നല്ലൊരു കളറൊക്കെ ആയിട്ടുണ്ട്. നമുക്കിനി ഇതെടുത്ത് മാറ്റാം. ഇതേപോലെ തന്നെ ബാക്കിയുള്ളതും ഫ്രൈ ചെയ്തെടുക്കുക. ഒരു 6-7 മിനിറ്റൊക്കെ എടുക്കും ഏകദേശം ഫ്രൈ ആവാനായിട്ട്. അപ്പോൾ ഇത് നല്ല ക്രിസ്പി ആയിട്ടുള്ള ബിസ്ക്കറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് ചൂടാറുന്ന സമയത്ത് നമുക്കൊരു ടിന്നിലിട്ട് വെക്കാം. 3-4 ദിവസമൊക്കെ നല്ല സൂപ്പറായിട്ട് തന്നെ ഇത് ഉണ്ടാവും. അപ്പോൾ തീരുന്നത് വരെ നമുക്കിത് സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റും കേട്ടോ. അങ്ങനെ കേടാവൊന്നുമില്ല. അപ്പോൾ നമുക്കിതിൽ നിന്ന് ഒരെണ്ണം എടുത്തിട്ട് ഒന്ന് കട്ട് ചെയ്ത് നോക്കാം. അപ്പോൾ ഇന്നത്തെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ല് ക്ലിക്ക് ചെയ്തിട്ട് ഓൾറെഡി ക്ലിക്ക് എന്നാൽ മാത്രമേ വീഡിയോസ് വരുമ്പോൾ നോട്ടിഫിക്കേഷൻ വരുള്ളൂ. അപ്പോൾ മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.